നമ്മളിന്ന് +1 റിവിഷൻ ക്ലാസ്സാണ് പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം നിങ്ങൾ കാണണം. ഒരാൾ പോലും ഒരു ക്ലാസ് പോലും മിസ് ചെയ്യരുത്. മാക്സിമം കണ്ടാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്സുകൾ ആർക്ക് എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയും പിന്നെ ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് സമയം മീൻസ് വേസ്റ്റ് ആവാതെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ 2 ചോദ്യങ്ങൾ എടുത്തേക്കുന്നത് ലീനിയർ ഇൻഇക്വാളിറ്റീസ് ആണ്. എല്ലാവർക്കും അറിയാം ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും, പക്ഷേ തെറ്റാൻ വളരെ സാധ്യതയാണ്. അതുകൊണ്ട് തെറ്റരുത്. ഓക്കെ, ആ രീതിയിൽ ഉള്ളതാണ്. പിന്നെ നമ്മുടെ +2 ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അടിപൊളിയായിട്ട് കിട്ടുന്ന രീതിയിൽ കൂടെയും ക്ലാസ്സുകളെല്ലാം തന്ന് നോട്ട്സുകളെല്ലാം തന്ന് ഇക്വേഷൻ ബുക്കിലിട്ട് തന്ന് നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്ത് ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ് തന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് എല്ലാം വിടും. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കിൽ എത്തിക്കാൻ പറ്റുന്ന വഴികളായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 94670854 അത് കോൾ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജോ ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക, 1 2 നോക്കിക്കേ. 2 ക്വസ്റ്റ്യൻ ടോട്ടൽ. നമുക്കിവിടെ ആദ്യം ചെയ്യാം ചെറിയ ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നോക്കിക്കേ, സോൾവ് 4x + 3 > 5x + 7. സോൾവ് 4x + 3 > 5x + 7 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നോക്കിക്കേ, എല്ലാം ഫ്രീ ആയിട്ട് എടുക്കാം. ബ്രാക്കറ്റ് ഇല്ല, ഫ്രാക്ഷൻ ഇല്ല, ഒന്നുമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് അറേഞ്ച് ചെയ്താൽ മതി. എന്താണ് ഈ അറേഞ്ച്മെൻറ്റ്? 4xനെ അങ്ങോട്ട് എടുത്തെഴുതി. ഓക്കെ, ഈ 5xനെ അങ്ങോട്ട് ഇടത്തോട്ട് കൊണ്ടുവരുമ്പോൾ -5x > ഇട്ടേക്കണം. എക്സ് അല്ല ഇടത്തെ സൈഡിൽ അങ്ങോട്ട് അടുക്കി വെച്ചു. ഓക്കെ, എക്സ് ഇല്ലാത്തത് അവിടെ ആരുണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു. +3 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താവും മോനെ? -3. ഓക്കെ, 4x - 5x -1x ശരിയല്ലേ മോനെ? 4x നിന്നും 5x പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നെഗറ്റീവ് ആവും. എത്ര x ആണ്? -1x or -x <4. -x <4 from this equation x greater than -4. തെറ്റിക്കരുത്, ഇൻഇക്വാലിറ്റി സൈൻ മാറണം. ബിക്കോസ് മൈനസ് അപ്പുറത്ത് പോകും. മൈനസ് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻഇക്വാലിറ്റി സൈൻ മാറണം. അപ്പോൾ x greater than -4 എന്ന് പറയുമ്പോൾ നോക്കി അതിൻ്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ x എലമെൻറ്റ് ഓഫ് greater than -4 that is -4 to infinity. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആൻസർ. ഇനി ജോമെട്രിക്കൽ ആൻസർ എഴുതുമ്പോൾ ഇത് 0, ഇത് -1, ഇത് -2, ഇത് -3, ഇത് -4. ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലോട്ട് കേട്ടോ. ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ കണ്ടാൽ ഓർത്തോണം, വലത്തോട്ട് ഒരൊറ്റ ഓട്ടം ഓടിയേക്കണം. പിന്നെ അല്ല കേട്ടോ, ഇടത്തോട്ട് പോകരുത്. -4ൻ്റെ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം വലത്തോട്ട്. ലെസ് ദാൻ ആണെങ്കിൽ -4 അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഇടത്തോട്ട്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് മോനെ ഇവിടെ റൗണ്ട് ചെയ്യാവുള്ളൂ, ബോൾഡ് ചെയ്യരുത്. ബിക്കോസ് ഇവിടെ ഗ്രേറ്റർ ദാനേ ഉള്ളൂ. ഈക്വൽ ഉണ്ടായിരുന്നെങ്കിൽ ബോൾഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ ഫിനിഷ്. സെക്കൻഡ്, സോൾവ് 2 × 2x + 10 < 6 × x - 2. ഓക്കെ, ക്വസ്റ്റൻ എല്ലാവരും വായിച്ചായിരുന്നല്ലോ. ഇവിടെ 1 2 ചെറിയ ബ്രാക്കറ്റൊക്കെ ഉണ്ട് ഇല്ലേ? അവനെ അങ്ങോട്ടൊക്കെ തട്ടിക്കളഞ്ഞേക്കാം. ബ്രാക്കറ്റൊക്കെ അങ്ങോട്ട് തട്ടിക്കളയാൻ മോനെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 × 2 4x, 2 × 3 6 - 10 < 6 × x - 2 6x - 12. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് 2 × 2 2 × 3 -1 നോക്കി എഴുതി, ഒന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് ഒരു സ്റ്റെപ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ഓടിക്കാം. 6 - 10 എത്ര ആവും മോനെ? -4. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റർ അങ്ങ് പെരുമാറിയേക്കണം കേട്ടോ. അല്ല മനസ്സിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞ് തെറ്റിക്കല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങ് ചെയ്തേക്കണം. 4 - 10 അവൻ പറഞ്ഞു തരും, എടാ -4 എഴുതടാ എന്ന്. നമ്മളങ്ങ് എഴുതിയേക്കണം -4. ഓക്കെ, < 6x - 12. ഇപ്പം തന്നെ ഇതുപോലെയൊക്കെ ആയല്ലോ ഏകദേശം ഇല്ലയോ? എക്സിനെ എല്ലാം അറേഞ്ച് ചെയ്യണം. 4x അങ്ങോട്ട് എഴുതി, 6x ഇപ്പുറത്ത് വന്നു, -6x < ഇനി ഏത് നമ്പർ എഴുതേണ്ടത്? വലത്തെ സൈഡിൽ കിടക്കുന്ന -12. ഓക്കെ, എന്നിട്ട് -4 അപ്പുറത്ത് ചെല്ലുമ്പോൾ +4. ദാറ്റ്സ് ഓൾ. 4x - 6x 4x നിന്നും 6x പോകുന്നു, -2x. ഓക്കെ, -2x < -12 + 4. ആരാ മോനെ ആൻസർ? മൈനസ് പ്ലസ് ഉറപ്പായിട്ടും കുറയ്ക്കുക. വലിയ നമ്പറിൻ്റെ ചിഹ്നം കൊടുക്കുമ്പോൾ 12 4 പോയിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം -8. ഓക്കെ, ഇവിടെ ചെല്ലുണ്ട് ഈ മൈനസിനെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാന്നുള്ള ഒറ്റ വെട്ടും. ബാക്കി ടീച്ചറും അങ്ങ് വെട്ടും ചെയ്യല്ലേ. ഓക്കെ, വെട്ടിക്കളഞ്ഞാൽ കുഴപ്പമില്ല, ഇൻഇക്വൽ സൈൻ മാറ്റാൻ അപ്പോൾ ഓർക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ x greater than or equal to -2x നിന്നും എക്സിനെ കണ്ടുപിടിക്കുമ്പോൾ -2 അപ്പുറത്ത് വരുമ്പോൾ ഇൻഇക്വൽ സൈൻ മാറി -8 / -2 or x greater than or equal to 4. തീർന്നു കേട്ടോ, കഴിഞ്ഞു. ഇവിടെ ഏകദേശം 4 ഒക്കെ വന്നു, ഇവിടെ മൈനസ് ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ x എലമെൻറ്റ് ഓഫ് 4 to infinity. ഇവിടെ നിങ്ങൾ ആ ബ്രാക്കറ്റ് കണ്ട മോനെ, അവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, 4 to infinity. ഇനി നമ്മൾ നമ്പറിനെ വരയ്ക്കുകയാണെങ്കിൽ 0 1 2 3 4 5. ഇവിടെ അങ്ങോട്ട് ബോൾഡ് ചെയ്യുക. എങ്ങോട്ടാണ് അവനെ ഓടേണ്ടത്? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? ഗ്രേറ്റർ ദാൻ കണ്ട വലത്തോട്ട്, അത്രയേ ഉള്ളൂ. ക്ലിയർ.
പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെയും ആൻസറായി. അപ്പോൾ 2 ചോദ്യങ്ങൾ, 2 നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.